ആ ഇതിനകത്ത് വർഷിപ്പ് ചെയ്ത പ്രിയ സഹോദരി, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിലുള്ള സന്ധ്യ വന്ദനത്തെ അറിയിക്കുകയാണ്. നല്ലൊരു ഞായറാഴ്ച പകൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച ഇന്ന് രാത്രിയിൽ വീണ്ടും സ്തോത്രം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിന് മഹത്വം കൊടുക്കാൻ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ഹൃദയം തുറന്ന നല്ല മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കണം. സ്തോത്രം. കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി സംസാരിക്കും. സ്തോത്രം. എല്ലാ ഗൗരവഭാവങ്ങളും വിട്ട് സ്തോത്രം ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ എല്ലാവരും ദൈവസന്നിധിയിൽ ആയിരിക്കണം. സ്തോത്രം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ സമയങ്ങൾ അല്പം മുൻപോട്ട് പോയി വേഗത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു വചനം നിങ്ങളോട് ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: ഇത് സംബന്ധിച്ച നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? ഹല്ലേലൂയ. സ്തോത്രം. വചനം ഇങ്ങനെയാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്തോത്രം. സ്തോത്രം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ നിന്ന് അടച്ച 1-2 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവമക്കൾ അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയിൽ ഈ വചനത്തിന്റെ അകത്ത് നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന്, ദൈവം നമ്മളോട് ഈ രാത്രിയിൽ ഇടപെടേണ്ടതിന്, പരിശുദ്ധാത്മാവിന് എന്താണോ ഈ രാത്രിയിൽ നമ്മളോട് കൈമാറാനുള്ളത് അത് ഇന്ന് രാത്രിയിൽ കൈമാറേണ്ടതിന്, ഇന്ന് രാത്രിയിൽ അത് മാത്രം ദൈവം നമ്മളെ കേൾപ്പിക്കേണ്ടതിന് എല്ലാ അധരങ്ങളും തുറന്ന ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബാർദ്ധല പ്രഭാതിയാര അഭിഷേകം പ്രാപിച്ച പ്രിയപ്പെട്ടവർ ആത്മാവിൽ 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നമുക്ക് പരിമിതിയുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് പരിമിതിയില്ല, നമ്മുടെ കർത്താവിന് പരിധികളില്ല. ഇന്ന് രാത്രി ആ ഒരു വിശ്വാസത്തോടെ എല്ലാവരും അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഷാൽബരാദിയാര ശന്തൽ പ്രഭാതിയാര അതരജലഘടകം ശബരജലഘടകം അതരപ്രഭാതി ഘടകം. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ആ തിരിച്ചറിവിൽ ചില മിനിറ്റുകൾ ആത്മാർത്ഥതയോടെ ഹൃദയം തുറന്ന അഭിഷേകത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്തു വരികയാണ്. കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. വചനം അത് അങ്ങയുടേതാണ്. വചനത്തിന്റെ വെളിപ്പാടുകളെ, ദൂതുകളെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് കൈമാറണം. വചനത്തിന്റെ ശക്തി ഈ രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചലിക്കണം. കർത്താവെ, വചനം കേൾക്കുന്നവരുടെ മേലെ എല്ലാം വലിയ വിടുതലുകൾ ആത്മാവ് തുറക്കണം. കർത്താവ് അത് ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയും. ദൈവം അനുവദിക്കാത്ത ഒരു വാക്കുപോലും പറയാൻ ദൈവം അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. നിങ്ങൾ വീട്ടിലാണ്, പക്ഷേ അവിടെ ഇരുന്ന് നമ്മൾ എന്ത് കാണിച്ചാലും മറ്റാരും അറിയത്തില്ല. പക്ഷേ സ്തോത്രം, നമ്മുടെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ എല്ലാവരും ആ ഗൗരവ മുഖഭാവം ഒക്കെ വിട്ട് ഒന്ന് കൂളായിട്ട് ഇരുന്നാട്ടെ. എനിക്ക് നിങ്ങളെ കാണുമ്പോ സ്തോത്രം, നിങ്ങൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് സ്തോത്രം, എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങൾക്ക് എന്നെ പരിചയമില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും പൈസ തരാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. എന്നെ പലരും തുറിച്ചു നോക്കുന്നു. സ്തോത്രം. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കണം. കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി സംസാരിക്കും. സ്തോത്രം. സ്തോത്രം. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. നമുക്ക് വായിച്ചു പലവട്ടം പ്രസംഗിച്ച കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്, നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്യം നമുക്ക് വളരെ പരിചിതമാണ്, വളരെ പരിചയമാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ അത് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ന് രാത്രിയിലെ ദൂത ദൈവത്തിന്റെ അനുകൂലത. സ്തോത്രം. ദൈവത്തിന്റെ അനുകൂലതയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ.
റോമാ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഈ റോമാലേഖനത്തിന് പല പ്രത്യേകതകളുണ്ട്. വിശ്വാസത്തിലുള്ള നീതീകരണമാണ് റോമാ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് തുറന്നു കാട്ടുന്നത്. ആമേൻ, സ്തോത്രം. അപ്പോൾ വിശ്വാസത്തെ പറ്റി നമുക്ക് റോമാലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി ആമേൻ പൗലോസ് പല വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയും നമുക്ക് കാണാൻ കഴിയും. റോമാ സഭയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആമേൻ, സ്തോത്രം. റോമാ സഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആമേൻ, സ്തോത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റോമാ സഭയുടെ ഒരു പ്രത്യേകതയാണ് റോമാ സഭയിലെ വിശ്വാസം സാർവലോകത്തിലും പ്രസിദ്ധമാണ്. ആമേൻ, സ്തോത്രം. കേട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. റോമാ സഭ എങ്ങനെയുള്ള സഭയാണ്? സാർവലോകത്തിലും റോമാ സഭ വിശ്വാസത്തിന്റെ അകത്ത് റോമാ സഭയ്ക്കുള്ള വിശ്വാസം സകല ലോകത്തിലും പ്രസിദ്ധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം, വിശ്വാസത്തിന്റെ അകത്ത് ഉറയ്ക്കപ്പെട്ടുപോയ ഒരു സഭയാണ്, അല്ലെങ്കിൽ ഉറച്ച സഭയാണ് റോമാ സഭ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ആമേൻ. വിശ്വാസം എന്ന പദം അത് വെറുതെ പറഞ്ഞു വിടേണ്ടതല്ല. അത് ഭയങ്കര പവറുള്ള ആമേൻ, സ്തോത്രം, ഒരു പദമാണ്. വിശ്വാസത്തിന്റെ അകത്ത് ഉറയ്ക്കപ്പെട്ട ഒരുവനെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. വിശ്വാസത്തിന്റെ അകത്ത് ഉറച്ച ഒരു മനുഷ്യനെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ 30 ദിവസത്തേക്ക് ഈ ബിംബത്തെ അല്ലാതെ ആമേൻ, സ്തോത്രം, മറ്റേതിനെ നമസ്കരിക്കുന്നു അവനെ തീപ്പൊയ്കയ്ക്കകത്ത് എന്ത് ചെയ്യും? എറിയുകളയും, തീച്ചൂളയ്ക്കകത്ത് എറിയും. ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ, ഇങ്ങനെ ഒരു ആമേൻ, സ്തോത്രം, ഒരു തീരുമാനം ആ രാജ്യത്തിനകത്ത് നിലനിൽക്കുമ്പോൾ 3 യഹൂദ ബാലന്മാർ, 3 എബ്രായ ബാലന്മാർ ആ തീരുമാനത്തിന് മുൻപിൽ രാജാവ് വെച്ച ബിംബത്തെ നമസ്കരിച്ചില്ല. എന്നാ കാരണം? ആമേൻ, സ്തോത്രം, അവരുടെ അകത്തൊരു വിശ്വാസം വ്യാപരിച്ചു. അവരുടെ വിശ്വാസം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം രാജാവിന്റെ കയ്യിൽ നിന്നും ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ഒരാമേൻ പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണേ. ആമേൻ, സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ ഈ വിഷയത്തിനകത്ത് വിടുവിക്കും. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അവരെ പ്രസ്താവിക്കാൻ, പറയാനിടയായി. ആ വിശ്വാസത്തിന്റെ അകത്ത് അവർ ഉറയ്ക്കാനിടയായി. അങ്ങനെ ഉറയ്ക്കപ്പെട്ട ആ 3 ബാലന്മാരെ ആ തീച്ചൂളയ്ക്കകത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടും തീക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് അവരെന്ത് വിശ്വസിച്ചോ അത് വിശ്വസിച്ചത് അതുപോലെ തന്നെ അവരുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വന്നു. അവര് വിശ്വസിച്ചത് ഞങ്ങളെ ദൈവം വിടുവിക്കുമെന്നാണ്. അവര് വിശ്വസിച്ചതുപോലെ അവരെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവം ആ തീച്ചൂളയ്ക്കകത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ഇന്ന് രാത്രി നീ വിശ്വസിച്ചത് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കും. ഇന്ന് രാത്രിയിൽ പ്രശ്നത്തിന്റെ മുൻപിൽ, പ്രതികൂലങ്ങൾക്ക് മുൻപിൽ നിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം എങ്ങനെയാണോ അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രിയിൽ അങ്ങനെ എന്നോട് ചേർന്ന വിശ്വസിക്കാൻ പറ്റുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ അകത്ത് ഉറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെ അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, തകർക്കാൻ പറ്റുകയില്ല. അത്ര പെട്ടെന്നൊന്നും അവനെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. അങ്ങനെ പെട്ടെന്നൊന്നും അവനെ തളർത്തിക്കളയാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. സാർവലോകത്തിലും വിശ്വാസത്തിന്റെ അകത്ത് ആമേൻ പ്രസിദ്ധിയാർജിച്ച റോമാ സഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് എഴുതുകയാണ്, ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ ചോദ്യം, പൗലോസേ, വിശ്വാസത്തിന്റെ അകത്ത് ഉറയ്ക്കപ്പെട്ട, വിശ്വാസത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന, സാർവലോകത്തിലും വിശ്വാസം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച റോമാ സഭയോട് ഇങ്ങനൊരു വാക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? രാമൻ പറഞ്ഞാട്ടെ. 25 വർഷമായി പലരും കൊണ്ട് ഇതിനകത്ത്. 50 വർഷമായവരുണ്ട് വിശ്വാസത്തിൽ, 25 വർഷമായവരുണ്ട്, 20 വർഷമായവരുണ്ട്.
2 വർഷമായവരുണ്ട്, 3 വർഷമായവരുണ്ട് വിശ്വാസത്തിന്റെ അകത്ത്. 5 വർഷമായ ഒരു വ്യക്തി 25 വർഷം വിശ്വാസത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഉപദേശിക്കാൻ പോവോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? റോമാസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിശ്വാസത്തിനകത്ത് ഉറച്ച സഭയാണ്. അങ്ങനെ ഒരു സഭയോട് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കൂടെയുള്ളവർ രാമേ പറഞ്ഞാപ്പേ. എനിക്കറിയാം നിങ്ങൾ ദൂത് കേൾക്കാൻ ഇരിക്കുകയാണ്, പ്രവചനം കേൾക്കാൻ ഇരിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ. ചിലർ അതിനുവേണ്ടി നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രവചനത്തെക്കാൾ ഒക്കെ വചനത്തിന് ശക്തിയുണ്ട്. എത്ര പേര് ആമേൻ പറയും? വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രത്യേക ഒരു ദൂതിന് വേണ്ടി ആരും ഇരിക്കരുത്. കേൾക്കുന്ന വചനം അത് എന്നോടുള്ള ദൂതാണ്, അത് എന്നോടുള്ള ദൈവശബ്ദമാണ്, അത് എന്നോടുള്ള ദൈവിക അരുളപ്പാടാണ്. അങ്ങനെ ആ വചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, നീ അത് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സാർവലോകത്തിലും പ്രസിദ്ധി ആർജിച്ച്, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അകത്ത് ഉറയ്ക്കപ്പെട്ട ആ സഭയോട് അങ്ങനെ ഒരു വാക്ക് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ പൗലോസ് എഴുതിയപ്പോ പൗലോസ് എഴുതുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? ഹല്ലേലൂയ. എന്റെ ചോദ്യം, പൗലോസെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വാക്ക് എഴുതിയത്, ഇങ്ങനൊരു വാക്ക് ആ സഭയോട് കൈമാറിയത്? പൗലോസിന്റെ മറുപടി, ആമേൻ, എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം വിശ്വാസം അവരുടെ അകത്തുണ്ടായിരുന്നു, പക്ഷെ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ഇന്നലകളിൽ അവരുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസത്തിന് ഇളക്കം തട്ടാനിടയായി. എന്റെ കൂടെയുള്ളവർ രാമൻ പറഞ്ഞാട്ട്, ഒരുവന്റെ അകത്ത് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? ദൈവപ്രവൃത്തി അസാധാരണമായി കാണുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവന്റെ മുൻപിൽ വെളിപ്പെട്ടു വരുമ്പോൾ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും. റോമാ സഭയ്ക്കകത്ത് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചത്? റോമാ സഭ അത്ഭുതം കണ്ട സഭയാണ്, റോമാ സഭ അടയാളങ്ങൾ കണ്ട സഭയാണ്. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ദൈവപ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ കണ്ട സഭയാണ്, ശരിയാണ്. പക്ഷേ ആമേൻ ചില പ്രതികൂലങ്ങൾ ആ സഭയുടെ മുൻപിൽ വന്നപ്പോൾ, എവിടെയോ പ്രതികൂലങ്ങളുടെ മുൻപിൽ അവരുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എവിടെയൊക്കെ പ്രതിസന്ധികൾ വന്നപ്പോൾ, എവിടെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സഭയ്ക്കകത്ത് വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ, ആമേൻ, പൗലോസ് ആ സഭയെ നോക്കി ഒരു ദൂത് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വീണ്ടും വിശ്വസിച്ചോ, ദൈവം അനുകൂലമെങ്കിൽ നമുക്കാര് പ്രതികൂലമാണ്? ഹല്ലേലൂയ. എന്നാ പൗലോസെ റോമാ സഭയോട് ഇങ്ങനെ എഴുതാൻ കാരണം? ആമേൻ, സ്തോത്രം. പൗലോസ് എഴുതിയ വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, പൗലോസ് എഴുതിയ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് എഴുതിയ വാക്ക് ഇങ്ങനെയാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്? രാമൻ പറഞ്ഞാട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുള്ള വിഷയം ആമേൻ വാക്കാണ് പ്രതികൂലം എന്ന വാക്ക്. പാസ്റ്റേ പ്രതികൂലമാണ്, പാസ്റ്റേ പ്രശ്നമാണ്, പാസ്റ്റേ പോരാട്ടമാണ്, പാസ്റ്റേ ഭയങ്കരമായ സ്ട്രഗിൾ ആണ് പാസ്റ്റേ. നമ്മൾ ആമേൻ സ്തോത്രം വർഷത്തിൽ 365 ദിവസമുണ്ട്. ആമേൻ സ്തോത്രം. എന്റെ ചിന്തയ്ക്കകത്ത് 365 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യാറുണ്ട്? മിണ്ടുന്നില്ല. ആമേൻ, സ്തോത്രം. നമ്മൾ പറയാറുണ്ട്. ആമേൻ, എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ കുറെ നാളായിട്ട് ദൈവം എനിക്ക് അനുകൂലമാണെന്ന്? എന്റെ കൂടെ ഉണ്ടോ? ആരും വീഡിയോ ഓഫ് ആക്കി പോകല്ലേ കേട്ടോ. ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. എപ്പോഴേലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ കുറെ നാളായിട്ട് ദൈവം എനിക്ക് ഭയങ്കര അനുകൂലമാണ്, കർത്താവ് എന്നെ അത്ഭുതകരമായി, അതിശയകരമായി, ആമേൻ, സാക്ഷ്യത്തിന് പറയുന്ന കാര്യമല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറെ നാളെ കർത്താവ് എനിക്ക് ഭയങ്കര നല്ലവനായിട്ട്, എനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളില്ല, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയാറില്ല, ചുരുക്കമാണ്. പൗലോസ് പക്ഷെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ആമേൻ, സ്തോത്രം. എന്നാ പൗലോസെ അങ്ങനെ എഴുതാൻ കാരണം? പൗലോസിനൊരു മറുപടി ഉണ്ട്. പ്രതികൂലമില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല, പോരാട്ടമില്ലെന്നല്ല, പക്ഷെ ഞാൻ കണ്ടത് പ്രതികൂലത്തെ അല്ല, മറിച്ച് പ്രതികൂലത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ അനുകൂലതയെ കണ്ടു. ഇന്ന് രാത്രിയിൽ കൃപയുള്ള ചിലരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രതിസന്ധിയുടെ മുൻപിൽ നീ കാണേണ്ടത് പ്രതിസന്ധിയുടെ വലിപ്പത്തെ അല്ല, മറിച്ച് അതിനകത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ അനുകൂലതയെ കാണാൻ.
ഇന്ന് രാത്രിയിൽ അങ്ങനെ 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 പ്രതിസന്ധികൾക്ക് മുൻപിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ കരത്തെ കാണാൻ, വിഷയങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരത്തെ കാണാൻ ഇന്ന് രാത്രി കർത്താവേ എന്റെ കണ്ണ് ഒന്ന് തുറക്കണമേന്ന് ഈ രാത്രി എത്ര പ്രേരണത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പ്രിയരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട്? എന്തുകൊണ്ടാ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയ്? പ്രതികൂലം വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ അനുകൂലതയെ കാണാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് രാത്രി തിരിച്ചറിയണം, പ്രതിസന്ധികളെ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിന്റെ അനുകൂലതയെ തിരിച്ചറിയാൻ പറ്റിയ നിന്റെ അകത്തു വ്യാപരിച്ച വിശ്വാസത്തെ ഒരു പ്രതികൂലങ്ങൾക്കോ ഒരു പ്രശ്നങ്ങൾക്കോ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം എത്ര പേർ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ വചനത്തോട് ചേർന്ന് ആമേൻ പറയുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ചില പ്രതികൂലങ്ങളെ നീ ജയിക്കാൻ പോവുകയാണ്, ചില പ്രശ്നങ്ങളെ നീ ജയിക്കാൻ പോവുകയാണ്, ചില വിഷയങ്ങളെ നീ മറികടക്കാൻ പോവുകയാണ്, ചില പരീക്ഷകളെ നീ മറികടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക, നിന്റെ വീടിനകത്ത് പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ അനുകൂലത ഇറങ്ങാൻ പോവുകയാണ്. നിന്റെ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരത്തെ ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആ അനുകൂലതയെ കാണാൻ ആ കണ്ണ് തുറന്നാൽ പ്രതികൂലം നിനക്കൊരു വിഷയമല്ല, പ്രശ്നങ്ങൾ നിനക്കൊരു വിഷയമല്ല, പോരാട്ടം നിനക്കൊരു വിഷയമല്ല. നീ അതിനെ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, പോരാട്ടമില്ലെന്നല്ല വചനം പറയുന്ന, പോരാട്ടം ഉണ്ട്. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നം ഉണ്ട്. ആമേൻ ആമേൻ. പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷെ ഞാനൊരു ദൂത് പറയാം, പ്രതികൂലങ്ങൾക്കകത്ത്, പ്രതിസന്ധികൾക്കകത്ത്, പോരാട്ടത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രി അതിനെ തിരിച്ചറിയാൻ ഈ രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ എവിടെയൊക്കെയോ വിശ്വാസത്തിന് ഇളക്കം തട്ടിയ ചിലരുടെ വിശ്വാസം വർദ്ധിക്കും. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ചില പ്രാർത്ഥനകളെ ആത്മാവ് തിരികെ തരികയാണ്. ഇന്ന് രാത്രി അത് പ്രാപിക്കാൻ കൃപയുള്ള ദൈവമക്കൾ ആ പ്രതിസന്ധിക്ക് നിന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല, ആ പ്രശ്നങ്ങൾക്ക് നിന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല, ആ വിഷയങ്ങൾക്ക് നിന്നെ തളർത്താൻ കഴിയത്തില്ല, ആ പ്രശ്നത്തിന് നിന്നെ നിരാശപ്പെടുത്താൻ അഴിയട്ടെ. ഇന്ന് രാത്രി ചില നിരാശകൾ അഴിയട്ടെ. ആത്മാവിനോട് പ്രവചിക്കുകയാണ്, ഇന്ന് രാത്രി ഇതിനകത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ചിലരിൽ നിന്ന് ഇന്ന് രാത്രി നിരാശ കൊണ്ടുവരുന്ന ആ ദുരാത്മ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ജലാധര പ്രവാദിയാര. ഹല്ലേലൂയ. പൗലോസ് വാക്ക് ശ്രദ്ധിച്ചേ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എന്നാ പൗലോസിന് ഒറ്റ ദൂതേ ഉള്ളൂ. ഞാൻ കണ്ടത് പ്രതികൂലത്തെ അല്ല, മറിച്ച് അതിന്റെ മുൻപിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ അനുകൂലതയാണ്. കൂടെ ഉണ്ടോ? ആമേൻ. 430 സംവത്സരം ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിലാണ്. അടിമത്തത്തിൽ ആ അടിമത്തം പൊട്ടിച്ചൊറ്റ രാത്രി കൊണ്ട് ആ അടിമത്തത്തിന്റെ അകത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ റൂട്ടിൽ അവരെ സഞ്ചരിപ്പിച്ചു. അങ്ങനെ സഞ്ചരിച്ചു വന്ന ലക്ഷക്കണക്കിന് ജനം ചെങ്കടലിന്റെ മുൻപിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാളയം ഇറങ്ങണം, എന്റെ കൂടെ വരണേ. ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അവിടെ പാളയം ഇറങ്ങിയ ജനം ഒരു കാഴ്ച കാണുകയാണ്. ഇസ്രായേലിലെ ജനം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആ സൈന്യത്തിന്റെ മുൻപിലുണ്ട്. ദൈവം നിയോഗിച്ച മോശ ആ സൈന്യത്തിന് മുൻപിലുണ്ട്. അതിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ ജനം മുഴുവൻ ഒരുമിച്ച് യാത്ര ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുക. ചെങ്കടലിന്റെ മുൻപിൽ വന്ന ജനം ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഇന്നലകളിൽ അടിമത്തത്തെ പൊട്ടിച്ചിറങ്ങി വന്ന ജനം ഒരു കാഴ്ച കാണുക. ഫറവോനും
അവന്റെ രഥങ്ങളും അവന്റെ സൈന്യവും വീണ്ടും ഇസ്രായേൽ ജനത്തെ അടിമകളാക്കാൻ ആ സൈന്യത്തിന്റെ പിന്നാലെ വരികയാണ്. മുൻപിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറവോന്റെ സൈന്യം. എന്റെ കൂടുണ്ടോ? ഹല്ലേലൂയ. മുൻപിൽ എന്താണ്? മുൻപിൽ ഒരു ചെങ്കടൽ, പിൻപിൽ ഫറവോന്റെ സൈന്യം. ഫറവോന്റെ സൈന്യത്തെയും ചെങ്കടലിനെയും കണ്ടപ്പോ ജനം മുഴുവനും ഒരുമിച്ച പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ ചെങ്കടലിന്റെ തീരത്ത് കൊണ്ടുവന്ന്? ജനം മുഴുവൻ ഒരുപോലെ മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. രാമൻ പറഞ്ഞേ ആമേൻ. ലക്ഷക്കണക്കിന് ജനം ഒരുപോലെ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി നിൽക്കുമ്പോൾ ഒരുവൻ മാത്രം ഭയപ്പെടാതെ, പിറുപിറുക്കാതെ, പേടിക്കാതെ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുക. അവന്റെ പേര് മോശ എന്നാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അവന്റെ പേര് മോശ എന്നാണ്. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ജനം വെളിപ്പെട്ട പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി നിൽക്കുമ്പോൾ മോശ പേടിക്കാതെ നിൽക്കുക. എന്നാ ഇസ്രായേൽ ജനം പേടിക്കാൻ കാരണം? ഇസ്രായേൽ നോക്കിയപ്പോ കണ്ടത് മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോന്റെ സൈന്യം. എന്റെ ചിന്തയാണ്, മോശയും ഇതേ കാഴ്ചയല്ലേ കണ്ടേ? ഇവര് കണ്ടതിനല്ലേ മോശയും കണ്ടേ? പക്ഷെ മോശ എന്തുകൊണ്ടാ പിറുപിറുക്കാഞ്ഞ്? മോശ എന്തുകൊണ്ടാ ഭയപ്പെടാഞ്ഞ്? മോശ എന്തുകൊണ്ടാ പേടിക്കാഞ്ഞ്? ഹല്ലേലൂയ. ഈ ദൂത് പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? മോശ, ഞാൻ മോശ അടിക്കും. മോശ, നീ എന്നെ പേടിക്കാൻ? മോശ പറയും, ഇവര് നോക്കിയപ്പോ കണ്ടത് ഫറവോന്റെ സൈന്യത്തെ, ചെങ്കടലിനെയാ. പക്ഷെ ഞാൻ നോക്കിയപ്പോ കണ്ട ഒരു കാഴ്ചയുണ്ട്. മിസ്രയീമിന്റെ സൈന്യത്തിന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടു. എന്റെ കൂടെ ഉണ്ടോ? ദൂത് പിടികിട്ടിയവർ എത്ര പേരുണ്ട്? ആമേൻ സ്തോത്രം. അകക്കണ്ണ് തുറക്കാത്ത, ആമേൻ സ്തോത്രം, ആമേൻ, ഒരു കൂട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനെ കണ്ടപ്പോൾ, ആമേൻ, ആമേൻ സ്തോത്രം, മോശ കണ്ടത് ഫറവോനെയും അവന്റെ സൈന്യത്തെയും അല്ല, മറിച്ച് ഫറവോന്റെ സൈന്യത്തിന്, ഇസ്രായേലിന്റെ സൈന്യത്തിനും ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കണ്ടു. ഇന്ന് രാത്രിയിൽ നിന്റെ പിന്നാലെ വരുന്ന ചിലത് നീ കാണേണ്ടത് അതിനെ അല്ല, മറിച്ച് അതിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കണ്ട. ഓ ശാൽബരാദിയാര. എനിക്കറിയത്തില്ല ഈ ദൂത് എത്ര പേരെ തൊടുന്നുണ്ടെന്ന്. ആമേൻ സ്തോത്രം. നീ കാണേണ്ടത് ആമേൻ ഫറവോന്റെ സൈന്യത്തെ അല്ല. അതിന്റെ അർത്ഥം ഫറവോന്റെ സൈന്യം ഇല്ലെന്നല്ല. പക്ഷെ ഫറവോന്റെ സൈന്യത്തിന് മുൻപ് നിന്നെ തൊടാൻ കഴിയാതെ വണ്ണ, നിന്നോട് അടുക്കാൻ കഴിയാതെ വണ്ണ നിനക്ക് വേണ്ടി ദൈവം നിൽപ്പുണ്ട്. അത് കാണണം, അത് കാണണം. ഇന്ന് രാത്രി ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിന്റെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്ക. നിന്റെ പിൻപറ്റി വരുന്ന, നിന്റെ വീടിനോട് പോരാടി നിൽക്കുന്ന, നിന്റെ തലമുറകളോട് പോരാടി നിൽക്കുന്ന ചില ഫറവോന്റെ ആധിപത്യത്തിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണാൻ. ശലാധര ജലാധര പ്രഭാധിയ. ഇത് കണ്ടാൽ ഫറവോനെ കണ്ട് നീ പേടിക്കുകയില്ല. ഇത് കണ്ടാൽ ചെങ്കടല് കണ്ട് നീ പേടിക്കുകയില്ല. ഇത് കണ്ടാൽ അവന്റെ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. പേടിക്കരുത്, പേടിക്കരുത്. പ്രതികൂലത്തിന്റെ നടുവിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത്, വിഷയത്തിന്റെ മുൻപിൽ നിങ്ങൾ പതറരുത്. ആമേൻ. പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വിശ്വാസം ഇളകരുത്. ആമേൻ. ആമേൻ. പ്രതിസന്ധിക്ക് ആമേൻ മുൻപിൽ നിങ്ങൾ പതറരുത്. ഒരു ദൂത് ഞാൻ പറയാ, ചെങ്കടലിന്റെ തീരത്ത് പാളയം ഇറങ്ങാൻ നിന്നോട് പറഞ്ഞത് ദൈവമാണെങ്കിൽ ഞാനൊരു ദൂത് പറയാ, നിന്നെ തൊടാതെ വണ്ണ നിന്നെ സൂക്ഷിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ശമാർത്ഥല പ്രവാദിയാര ശാൽബരാധിയാര. ഹല്ലേലൂയ. എന്നാ മോശ പേടിക്കാൻ? മോശ കണ്ടതാ ഫറവോനെയും അവന്റെ സൈന്യത്തെയും അല്ല, മറിച്ച അവൻ തനിക്ക് വേണ്ടി
ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കാണാനിടയായി. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്ത ദേശമാണ് കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം. ഒരിക്കൽ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ ദേശം ഉറ്റുനോക്കാൻ നിങ്ങൾ ആളെ എന്ത് ചെയ്യണം? ആരുമില്ലേ? സന്തോഷമാണോ? വചനം കേൾക്കാൻ സന്തോഷമാണോ? ഹല്ലേലൂയ. മോശയോട് ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അരുളി ചെയ്ത കനാൻ ദേശം ഉറ്റുനോക്കാൻ ആളെ വിടും. അവര് 12 പേരും 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. സാധാരണക്കാരല്ല, അവരെ പറ്റി ബൈബിൾ പറയുന്ന അവരെ പ്രഭുക്കന്മാരായിരിക്കണം. എങ്ങനെ ആയിരിക്കണം? പ്രഭുക്കന്മാർ. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ സ്തോത്രം നമുക്കറിയാം, സാധാരണപ്പെട്ടവരല്ല. സ്തോത്രം. അങ്ങനെ ഒരു 12 എണ്ണത്തെ 12 ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ് ആ ദേശത്തിലേക്ക് എന്ത് ചെയ്തു? അവരെ പറഞ്ഞയച്ചത് ദേശം ഒറ്റുനോക്കാൻ. എന്റെ കൂടെ വരണം, ദേശം ഒറ്റുനോക്കാൻ. ഇവര് പോയി ദേശം ഒറ്റുനോക്കി, ദേശമെല്ലാം കണ്ടു. അടിപൊളിയാണ്. സ്തോത്രം. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ ആ റേഞ്ചിൽ നിൽക്കുന്ന പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളിയാണ്. സ്തോത്രം. അവിടെ ഭയങ്കര രസമാണ്. അവിടെ അതുണ്ട്, വലിയ ഫലങ്ങളുണ്ട്, എല്ലാ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ തിരിച്ചു വന്ന ഈ കൂട്ടത്തിൽ 10 പേര് മോശയോട് പറയാണ്, സെറ്റപ്പ് ഒക്കെയാണ്, അടിപൊളിയാണ്, ദൈവം നമുക്ക് പറഞ്ഞതുപോലെ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ സ്തോത്രം അനാക്യ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാർ ഉണ്ട്. ഞങ്ങൾ ആ ദേശത്ത് ചെന്നപ്പോ ഞങ്ങള് അവരുടെ മുൻപിൽ ഒരു വെട്ടിക്കിളിയെ പോലെ. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, വാഗ്ദത്വമൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കിട്ടാവുന്ന. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ദൈവം പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട് അവിടെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നേടാൻ പറ്റുകയില്ല. നമുക്കതിനെ ജയിക്കാൻ. അവരതിഗായകന്മാരാണ്, വർണ്ണിക്കുകയാണ്. അവര് കണ്ട അവിടുത്തെ കുറിച്ച് എന്ത് ചെയ്യുകയാണ്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു ദൂതായി തന്നെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും ഹൈലൈറ്റ് ചെയ്യരുത്. എന്റെ കൂടെ ഉണ്ടോ? പിശാചിന് ഹൈപ്പ് കൊടുക്കുന്ന ആ സമയത്ത് 10 പ്രാവശ്യം കർത്താവ് ശക്തിയുള്ള ദൈവമാണ്, അവൻ വിടിവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് നീ വിടിവിക്കപ്പെടും. എന്റെ കൂടെ ഉണ്ടോ? ദേശം ഉറ്റുനോക്കാൻ പോയ 10 പേര് ഒരുപാട് നിന്ന് പറയുകയാണ്, അവിടെ എങ്ങനെയാണ്, അവർ അനാക്യ മല്ലന്മാരാണ്, അവരങ്ങനെയാണ്. സ്തോത്രം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ജയിക്കാൻ പറ്റുകയില്ല. 10 പേര് ഒരുപോലെ പറയുമ്പോ കൂട്ടത്തിനകത്ത് ഒരുത്തം പറയുകയാണ്, നമുക്കതിനെ ജയിക്കാൻ പറ്റും. എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. നമുക്കതിനെ ജയിക്കാൻ. അഭിഷേകമുള്ളവന്റെ വാക്ക് കേട്ടാ അറിയാം. ഹല്ലേലൂയ. കൃപയുള്ളവന്റെ വാക്ക്, അതിന് ഭയങ്കര പവറാണ്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 10 പേര് നടക്കത്തില്ലെന്ന് പറയുമ്പോ ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്ന് പറയുകയാണ്, നമുക്കതിനെ ജയിക്കാൻ കഴിയും. ഇന്ന് നിന്റെ വീടിനകത്ത് ആരെല്ലാം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ നിന്ന് നീ പറയണം, അത് നടക്കും. ഉണ്ടോ? ഹല്ലേലൂയ. കാലേബ് പറയുകയാണ്, നമുക്കതിനെ ജയിക്കാൻ കഴിയും. ആമേൻ. എന്റെ ചോദ്യം, 10 പേര് കണ്ടേ അതേ കാഴ്ചയല്ലേ കാലേബ് കണ്ടേ? മിണ്ടുന്നില്ലേ? ഈ 10 പേര് കണ്ട അനാക്യനെ ആര് കണ്ടിട്ടുണ്ടോ? കാലേബ്. 2, അനാക്യ മല്ലന്മാർ ആ ദേശത്തുണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലേ ദൈവം ഇവരോട് വാഗ്ദത്തം ചെയ്തേ? നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളെപ്പോഴും പറയല്ലേ, പക്ഷേ ആ ദേശത്ത് ചെന്നേ പിന്നെ അവൻ സത്യം ശരിക്കും ദൈവമാണ് പറഞ്ഞ് അങ്ങോട്ട് പോക്കോളാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പോരാട്ടം. അവിടെ നിൽക്കാൻ. എന്റെ പ്രിയരെ, എന്റെ ചോദ്യം അതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലേ ദൈവം പോകാൻ പറഞ്ഞേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ 10 പേര് കണ്ടേ അതേ കാഴ്ചയല്ലേ കാലേബ് കണ്ടേ? ഞാൻ ചോദിച്ചു, കാലേബേ, എന്നാ നീ ഇങ്ങനെ പറയാൻ കാരണം?
കാലേബിന്റെ മറുപടി, എന്റെ കാഴ്ചയൊന്നും അല്ലെങ്കിൽ എന്റെ നോട്ടം അനാക്കിന്റെ മേലല്ലായിരുന്നു, മറിച്ച് ഞാൻ കണ്ടത് കാലഘട്ടങ്ങൾക്ക് മുൻപേ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെയാണ് കണ്ടത്. ഇടി കിട്ടിയവർ രാമൻ പറഞ്ഞാട്ടെ. 10 പേര് അനാക്യമല്ലന്മാരെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കണ്ടപ്പോ കൃപയുള്ള കാലേബ് കണ്ടത് പ്രതികൂലത്തെ അല്ല, മറിച്ച് നാളുകളായി കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കണ്ടു. ഇന്ന് രാത്രിയിൽ പ്രതിസന്ധിയുടെ മുൻപിൽ നീ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കിയാൽ, ൂത് പിടികിട്ടുന്നവർ ദൈവത്തെ ആരാധിച്ചോ. പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തത്തെ നീ നോക്കിയാൽ പ്രശ്നത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. അനാക്യമല്ലന നിന്നെ തൊടാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങൾക്ക് നിന്നെ തൊടാൻ. ഹല്ലേലൂയ. കാലേബ് കണ്ടത് അനാക്കിനെ അല്ല. കാലേബിന്റെ നോട്ടം മുഴുവൻ ആ ദേശത്തുള്ള മറ്റൊന്നിലേക്കുമല്ല. കാലേബിന്റെ നോട്ടം മുഴുവൻ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്കായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ആത്മാവിൽ പറയട്ടെ, വാഗ്ദത്തത്തെ നോക്കി മുന്നോട്ട് പോകുന്ന നിന്നെ തകർക്കാൻ ഒരു അനാക്കിന് കഴിയത്തില്ല, ഒരു ദേശത്തിന്റെ ശക്തിക്ക് കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകളെ കരമടിച്ച പ്രഭാതിയാര അന്തരാജലാതര പ്രഭാതിയം തേരി പ്രഭാതിയാര. ഇന്ന് രാത്രി നിന്റെ കാഴ്ച മാറണം. ഇന്ന് രാത്രി നിന്റെ നോട്ടം മാറണം. അവൻ പ്രതികൂലത്തെ നോക്കാനല്ല, മറിച്ച ദൈവത്തിന്റെ അനുകൂലത്തെ നോക്കാൻ. അവൻ പ്രശ്നത്തെ നോക്കാനല്ല. അവൻ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശക്തിയെ കണ്ട് ഭയപ്പെടാനല്ല, നിനക്കെതിരെ കയറി വരുന്ന അവൻ പ്രശ്നങ്ങളുടെ മുൻപിൽ പതറാനല്ല, മറിച്ച് അതിന്റെ നടുവിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരത്തെ കാണാൻ. രാത്രിയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ അങ്ങനെ ഒരു കൃപ എന്റെ മേൽ തുറക്കണം, അങ്ങനെ ഒരു കണ്ണ അവൻ എന്റെ മേൽ ദൈവം തുറക്കണം. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ എന്റെ ഹൃദയദൃഷ്ടി എന്ന് തുറക്കണം. പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ നടത്തുന്ന ദൈവത്തെ കാണാൻ, പ്രശ്നങ്ങൾക്ക് നടുവിൽ അവൻ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദൈവിക വാതിലുകളെ കാണാൻ, ദൈവിക വഴികളെ കാണാൻ. അന്തരാജലാതര പേടിക്കരുത്. എന്നോട് ആത്മാവ് ആ പദം തന്നെ വീണ്ടും കൈമാറുകയാണ്. ഭയപ്പെടരുത്, നീ പതറരുത്, നീ പേടിക്കരുത്, നീ വാമൻ ഇരുന്നു പോകരുത്. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ പ്രശ്നത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് ദൈവത്തെ ഒന്ന് കാണാം, ദൈവം വെച്ചിരിക്കുന്ന ആ വഴിയൊന്ന് കാണാം. ആ പ്രശ്നത്തെ ജയിക്കാനുള്ള, ആ പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള, ആ പോരാട്ടത്തെ ജയിക്കാനുള്ള, ആ പരീക്ഷയെ ജയിക്കാനുള്ള ദൈവം വെച്ചിരിക്കുന്ന ആ പർപ്പസ് ഒന്ന് കാണാൻ എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കും. അന്തരാജലാതര പ്രഭാതിയായ ഈ റൂബി ജിനു എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇരിക്കുന്ന വ്യക്തി, നിങ്ങൾ ഫാമിലിയാണോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര മഹത്വം ഇറങ്ങാൻ പോകും. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ വഴികളെ കാണാൻ, വഴികൾ അത് കാണാൻ ഇന്ന് രാത്രി കുടുംബത്തിന്റെ അകത്ത ഭയങ്കര മഹത്വം. ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ഇനി ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിന്റെ മുൻപിൽ നീ മറ്റൊരാളെ ആശ്രയിക്കാനല്ല, കൂടെ ഉണ്ടോ? മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ പോയി നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുകയാണ്.
ആ പ്രശ്നത്തിന്റെ നടുവിൽ നീ അതിനെ പരാജയപ്പെടുത്താൻ, നീ വ്യക്തിപരമായതിനെ മറികടക്കാൻ, നീ വ്യക്തിപരമായതിനെ ജയിക്കാൻ കർത്താവേ എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് തുറക്കണം. എത്ര പേർ ആത്മാവിൽ പറയും? ഇന്ന് രാത്രി ഈ വെളിപ്പാട് നിങ്ങളെ അകത്ത് വ്യാപരിച്ചാൽ ഞാൻ ഉറപ്പായും പറയാം, പ്രശ്നത്തിന് നിന്നെ തൊടാൻ പറ്റുകയില്ല, പ്രതികൂലങ്ങൾക്ക് നിന്നെ ഏഷ്ടാൻ പറ്റുകയില്ല. കാരണം പ്രതിസന്ധിയുടെ നടുവിൽ നീ കാണുന്നത് പ്രതികൂലത്തിന്റെ വലിപ്പത്തെയല്ല, പ്രശ്നത്തിന്റെ വലിപ്പത്തെയല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ വലിപ്പത്തെ. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് രാത്രി പറയാം, പ്രശ്നത്തിന്റെ നടുവിൽ നീ കാണേണ്ടത് പ്രതികൂലങ്ങളുടെ വലിപ്പത്തെ അല്ല, പ്രശ്നത്തിന്റെ വലിപ്പത്തെ അല്ല, മറിച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ കാണാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം ഒരു നിമിഷം ദൈവസ്ഥ കണ്ണുകൾ അടച്ചാൽ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസ്ഥ അടച്ചത്. എനിക്ക് അനുവദിച്ച സമയം എന്റെ മുന്നിൽ അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസ്ഥയിൽ അടച്ചേ, ഹൃദയം തുറന്ന ആത്മാർത്ഥതയോടൊന്ന് പറയും, കർത്താവേ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവെ അതിനെ ജയിക്കാൻ, അതിനെ മറികടക്കാൻ, കർത്താവെ അങ്ങയുടെ അനുകൂലതയെ കാണാൻ എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? ഇന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, അങ്ങനെ നിന്റെ മേൽ വെളിപ്പെട്ടാൽ നിനക്ക് മറ്റൊരു വ്യക്തിയിൽ ആശ്രയിക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു കൃപ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെട്ടാൽ ഇതുവരെ നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ വിട്ടുമാറും. ഇതുവരെ നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നിന്നെ വിട്ടുമാറും. ഇതുവരെ നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ നിന്നെ വിട്ടുമാറും. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്റെ ഹൃദയത്തെ തുറക്കണം, അങ്ങയുടെ അനുകൂലതയെ. പ്രതിസന്ധിക്കുന്ന നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന കർത്താവിന്റെ ആ പ്രവൃത്തിയെ ആത്മാവിൽ കാണാൻ, ഫറവോന്റെ സൈന്യത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കാണാൻ, വാഗ്ദത്തത്തിന്റെ മുൻപിൽ അതിനകത്തേക്ക് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന അനാക്യ വല്ലനെ കാണാനല്ല, മറിച്ച് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തെ കാണാൻ എന്റെ കണ്ണ തുറക്കണം. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസന്റെ കുടുംബത്തിനകത്ത് ഭയങ്കര മഹത്വം ഈ രാത്രി ചലിക്കുകയാണ്. ഈ തലമുറകൾ എന്നെ കർത്താവ് 2 പേരെ കാണിക്കും. എനിക്കറിയത്തില്ല, 2 മക്കളാണ്. കർത്താവിനെ 2 തലമുറകളെ കാണിക്കുന്നു. ഈ ദൂത് പറയുമ്പോൾ അവരുടെ മേൽ ഭയങ്കര ദൈവിക മഹത്വം ചലിക്കുകയാണ്. അസാധാരണമായ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കുന്നെന്താ? ജലാധരം പ്രഭ. ഈ പെൺകുട്ടിയുണ്ടോ? ആൺകുട്ടികളാണ്. അവർക്ക് വേണ്ടി ഭയങ്കര ഡോറുകൾ തുറക്കുക. ഡോറുകൾ എനിക്കറിയത്തില്ല, ഭയങ്കര മഹത്വ തലമുറകളുടെ മേൽ ഇറങ്ങുകയാണ്. ശബാർഥല പ്രഭാതിയ, ശന്തൻ പ്രഭാതിയ, ഇന്റർനാഷണൽ ഡോറുകൾ അവർക്ക് വേണ്ടി ആത്മാവ് തുറക്കാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് അങ്ങനെ പ്രവചിക്കുകയാണ്. അന്തരാജലാതര പ്രഭാതിയായ പ്രാർത്ഥിച്ച ഇന്ന് രാത്രിയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലരുടെ മീതെ ഈ നെഞ്ചിന്റെ അകത്ത് വേദനയിട്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന അങ്ങനത്തെ ചില അസ്വസ്ഥതകൾ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ചിലരെ വിട്ട്, ചില ശരീരങ്ങൾ വിട്ട് ഇന്ന് രാത്രി സ്വർഗ്ഗം അതിനെ അഴിക്കുകയാണ്. അടക ജഗന റമന ഘടക ധിവര ശകത രഗത അർത്ഥിച്ചാട്ട് ആ ദൈവിക അനുകൂലതയെ കാണാൻ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ ഇന്ന് രാത്രി എന്റെ കണ്ണു തുറക്കട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം അവരുടെ അകത്ത് വ്യാപരിക്കട്ടെ. വചനം
അവരുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. വചനം അവരുടെ ഭവനങ്ങളുടെ അകത്തുള്ള വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ, തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ അനുഗ്രഹിച്ചു ബ്ലസ് ചെയ്യുന്നു. ദൈവദാസന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ വചനം അടിയന്റെ ജീവിതത്തിലും ഇവരുടെ ജീവിതത്തിലും ഒരുപോലെ വിടുതലായി മാറാൻ ദൈവം അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.